അണ്ണ അണ്ണ എന്തിനാ ഇങ്ങനെയൊക്കെ നോക്കണ? ഒന്നുമില്ല എന്ന് പറയുന്നില്ല, പക്ഷെ തന്നെ കണ്ടപ്പോഴേ എന്തോ പറ. എന്തോ എന്തോ ഒരു അല്ല ഒന്നുമില്ല. എന്തൊന്ന് പറ അണ്ണ. എന്തുവാ? എന്തോന്ന് പറ. ഈ വേഷത്തിന് ചേരാത്ത ഒരു ഗൗരവം സുരയുടെ മുഖത്ത് കിടത്തും, അതങ്ങെടുത്ത് കളഞ്ഞേക്ക്. എന്തോന്ന്? ഈ ഗൗരവം കിടക്കാനുള്ള കാരണം എന്താന്നുള്ള കാര്യം എനിക്കറിയാം. ഇന്നലെ അമ്മയായിട്ടൊന്ന് ഒരസിയല്ലേ? ഓ, ഇതാരും ഒന്ന് പറഞ്ഞത്? ആരായിരിക്കും വന്ന് പറയുക? മുത്തോണ്ണ. ഓ, പിന്നെ അമ്മ അങ്ങനെയൊക്കെ പറയുമ്പോ എനിക്ക് ദേഷ്യം വരൂലേ? സുരഭി, അമ്മയല്ലല്ലോ അങ്ങനൊന്നും പറഞ്ഞത്. അമ്മയും പറഞ്ഞത് മൊത്തം ഏട്ടത്തിയല്ലേ? താനൊരു കാര്യം ചെയ്യും, അത് മനസ്സിൽ നിന്ന് എടുത്തങ്ങ് കള. ഇപ്പൊ നമ്മളെല്ലാരും കൂടെ ഒരുമിച്ച് പുറത്തു വന്ന് നിൽക്കുക. അപ്പൊ ഈ മൊമെന്റ് ഒക്കെ മാക്സിമം ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കും. നമ്മുടെ വിഷമങ്ങൾ എന്തിനാണോ ബാക്കിയുള്ളവർ അറിയിക്കുന്നത്, അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കും കേട്ടോ, സുന്ദരി കുട്ടിയായിട്ട്. ഷർട്ട് നേരെ രണ്ടും കൂടി മുട്ടി ഒരുമി നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? ഇതിനൊന്നും പരിസര ബോധമില്ലേ? ആഹാ, നീ ഇപ്പോഴാണോ എന്നെ കണ്ടത്? ഞാൻ ഇന്നലെ വന്നതാണല്ലോ. അതെങ്ങനെയാ? പെണ്ണുമ്പള കൂടെ ഉള്ളപ്പോഴത്തേക്കിനും നീ ആരെ അറിയത്തില്ലല്ലോ. പിന്നെ ഞാൻ എന്റെ പെണ്ണുമ്പളെ തന്നെയല്ലേ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റത്തുള്ളൂ. അല്ല, ഈ മേനോനങ്ങളെ നിങ്ങൾ തിരിക്കുമ്പോ വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളെ നോക്കിക്കൊണ്ടിരിക്കൂ? മര്യാദക്ക് സംസാരിക്കണം. മേനോൻ എന്റെ മുഖത്ത് മാത്രമേ നോക്കത്തുള്ളൂ, വേറെ ആരുടെ മുഖത്ത് നോക്കത്തില്ല. അയാൾ അങ്ങനെ ആരെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ അയാൾ ജീവനം ഉണ്ടാവില്ലെന്ന് അയാൾക്ക് അറിയാം. അയ്യോ, സുനീത ഇതുവരെ പോയില്ലേ? ഇല്ല ചേച്ചി, ഭയങ്കര തലവേദന. എന്തോന്ന് വേദന? തലവേദനയോ? അതാർക്ക്? നമുക്ക് തന്നെ, വേറെ ആർക്ക്? ചെന്നിക്കുത്തിന്റെ ആണെന്ന് തോന്നുന്നു ചേച്ചി. വല്ലാത്ത വേദന എടുക്കുന്നു, അതുകൊണ്ട് നാളെ പോവാന്ന് വിചാരിച്ചു. അത് വല്ലാത്തൊരു വിചാരമായി പോയല്ലോ. ആ മേനോൻ അവിടെ ഒറ്റയ്ക്കല്ലേ? മേനോട് ഇരുന്നോളും, ഒറ്റയ്ക്ക് ഇരുന്നോളും. അതാ മേനോന് സൗകര്യം. സമാധാനമാണല്ലോ മനുഷ്യന് ഏറ്റവും വലുത്. അതെ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, പോന്നില്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ ക്ഷേത്രത്തിൽ വാ. അയ്യോ ചേച്ചി, എനിക്ക് തീരെ വയ്യ. ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഇരുന്നോളാന്ന്. ഒട്ടും വയ്യാത്തത് കൊണ്ടാ. നല്ലതാ കൊച്ചമ്മ, ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാലേ ദൈവത്തിനും കൂടെ തലവേദനയായി. നീയൊക്കെ ചിരിച്ചോ. എനിക്കിട്ടടിച്ച ഓരോ കൗണ്ടറിനും തിരിച്ച് ഞാൻ അടിച്ചില്ലെങ്കിൽ നോക്കിക്കോ. അല്ല, ഇവിടെയുള്ള ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി? എന്തിയാടാ പ്രശോഭൻ ലക്ഷ്മിയൊക്കെ? അല്ല, പ്രശോഭനും ലക്ഷ്മി കുഞ്ഞും കൂടെ വരാനുണ്ട് കൊച്ചമ്മ. ഇത് എവിടെ പോയി കിടക്കുന്നവര്? നേരെ പോന്നു. എന്തൊരു കഷ്ടമാ ദൈവമേ. മേക്കപ്പ് കഴിഞ്ഞാണ് സാധനം തുടങ്ങി മേക്കപ്പ്. ഇന്ന് കഴിയുമോ എന്തോ? വന്നല്ലോ. അയ്യോ, എന്റെ രശ്മി, ഇത് കുറച്ച് കടുപ്പാണ് കേട്ടോ. എത്ര സമയമായി ഇത്? ഞാനും പറഞ്ഞതാ, രാവിലെ തുടങ്ങിയതാ. എന്റെ ദൈവമേ. അമ്മ വരുന്നില്ലേ? ഇല്ലടി മോളെ, നമുക്ക് തീരെ വയ്യ. മക്കള് പോയിട്ട് വാ. പിന്നെ എല്ലാരും എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാ മതി കേട്ടോ. ആര് പ്രാർത്ഥിച്ചില്ലെങ്കിലും ഞാൻ എന്റെ സുനിത ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്റെ സുനിത ചേച്ചിക്ക് നല്ല ബുദ്ധി കൊടുക്കണേ ദൈവമേന്ന്. മുത്തുവണ്ണ, ദൈവത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ലേ ചെയ്യാൻ പറ്റുള്ളൂ. പോട്ടെ, ഇപ്പൊ എന്ത് ചെയ്യാനാ? വീട് പൂട്ടിക്കൊണ്ട് പോകാന്ന് വിചാരിച്ചതാ. ഇനിയിപ്പോ സുനീത ഉണ്ടല്ലോ ഇവിടെ. ഞാനിവിടെ ഉണ്ട് ചേച്ചി. ചേച്ചി ധൈര്യമായിട്ട് പോയിട്ട് വാ. നോക്കിക്കോണേ, ഒറ്റയ്ക്കാണേ. ആരെ പേടിക്കാനാ? ഞാനിവിടെ ഉള്ളപ്പോഴോ? ശരിയാ, ആകെ പേടിക്കേണ്ടത് ചേച്ചിയെ തന്നെ. പോവാം കൊച്ചമ്മ. അതെ, വാ വാ, പോവാം. നേരം പോന്നു, അങ്ങോട്ട് മാറ.